ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിൻ്റെ ഓപ്പണിങ്സിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താറുണ്ട്. അതിൽ എല്ലാ ജോബ്സും ഉണ്ട്. ഫുൾ ടൈം ജോബ് നോക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ജോബ് നോക്കുന്നവരെ പരിചയമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. നമ്മൾ എല്ലാ തരത്തിലുള്ള പെട്ടെന്നുള്ള അർജൻറ്റ് ഹയറിങ്സും അതുപോലെ തന്നെ പലതരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിൽ മെയിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിലൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ആർമിയിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എക്സാമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസിലോട്ട് പോവാം. എന്തൊക്കെ തരത്തിലുള്ള ക്വാളിഫിക്കേഷനാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ ഒരു ഇത് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇന്ത്യൻ ആർമി ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വന്നിരിക്കുന്ന ഒഴിവാണ്. വെറ്റിനറി കോപ്സിൻ്റെ ഒഴിവിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിലോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് ക്വാളിഫൈഡ് മെയിൽ ആൻഡ് ഫീമെയിൽ വെറ്റിനറി ഗ്രാജുവേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് 21 വയസ്സ് മുതൽ 32 ഇയേഴ്സിനുള്ളിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷനോട്ട് വരുന്നതിന് മുൻപേ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വന്നിട്ട് 26 മെയ് ആണ്. ഒരു മാസത്തോളം സമയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സാവധാനം അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വന്നിട്ട് BVSC അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ AH ഡിഗ്രി പാസ്സായിട്ടുള്ള ഗ്രാജുവേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വെറ്റിനറി സ്ട്രീമാണ് വരുന്നത്. അതിലിത് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി ആയിരിക്കണം, അതല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫോറിൻ ഡിഗ്രി പഠിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റുള്ള കാര്യങ്ങളിലോട്ട് പോവാം. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പാസ്സായതിനു ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ വേക്കൻസീസ് വന്നിട്ട് 20 എണ്ണമാണ്. അതിൽ 17 എണ്ണം മെയിൽ കാൻഡിഡേറ്റ്സിനും 3 എണ്ണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വരുന്നത്. മെത്തേഡ് ഓഫ് സെലക്ഷൻ വന്നിട്ട് ആദ്യത്തെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇനീഷ്യൽ സ്ക്രീനിങ് ആണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ ഫോം ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എലിജിബിലിറ്റിയുടെ ഡോക്യുമെൻസും മറ്റും ഇവർ വെരിഫൈ ചെയ്തിട്ട് ആ ഒരു ഡിഗ്രിയും ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റി ഇവർ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്ന ആ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആദ്യത്തെ ഈ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ്ങിലൂടെ. അതല്ലാത്ത ആപ്ലിക്കേഷനെയൊക്കെ റിജക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് വന്നിട്ട് SSB ഇൻ്റർവ്യൂ പ്രൊസീജിയർ ആണ്. അതായത് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് സ്പെസിഫിക് ഡേറ്റ് തരും. അതിൽ അപ്പിയർ ചെയ്തിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. SSB ഇൻ്റർവ്യൂ എന്താണെന്നുള്ളത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. എന്ത് തരത്തിലുള്ള ഇൻ്റർവ്യൂ ആണ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ കാര്യം വന്നിട്ട് മെറിറ്റ് ലിസ്റ്റ് ആണ്. അതായത് ഈ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്ന മെറിറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പിന്നെ ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് പ്രൊസീജിയർ വന്നിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ റാങ്ക് ആയിരിക്കും ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടാഗ് ലൈനാണ്, നല്ലൊരു ജോബാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കുറച്ചും കൂടെ സിമ്പിളാണ്. മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേ സ്കെയിലിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 61,300 രൂപയാണ് പേ സ്കെയിലായിട്ട് വരുന്നത്. ക്യാപ്റ്റൻ റാങ്കിലാണ് നമുക്ക് ഓഫീസറായിട്ട് ക്യാപ്റ്റൻ റാങ്കിലുള്ള ഓഫീസറായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളമാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി മിലിറ്ററി സർവീസ് പേ സ്കെയിലാണെങ്കിൽ 15,500 രൂപയാണ് അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ ഓൺ പ്ലെയിൻ പേപ്പർ ഡ്യൂലി ടൈപ്ഡ് ആസ് പെർ ദ ഫോമാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൂടെ തന്നെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫോം കാണാനായിട്ട് സാധിക്കും. പ്രിൻ്റ് എടുക്കല്ല ചെയ്യേണ്ടത്, നേരെ മറിച്ച് ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പേപ്പർ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. 21 സെൻറ്റിമീറ്റർ × 36 സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു പേപ്പർ ഫോമാറ്റിൽ നമ്മൾ ഇവരുടെ അപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്തിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത്
ക്ലിയർലി മെൻഷൻ ചെയ്യേണ്ട ആ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ടാണ് നമ്മളിത് പോസ്റ്റ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയ് 26 അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ലിക്കേഷൻ ഫോം ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് അയക്കുന്നതോട് കൂടെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇത്രയും ഡോക്യുമെൻസും കൂടെ നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിട്ട് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ ഫോർമാറ്റ് കാണാനായിട്ട് സാധിക്കും. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണോ അതല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലാണോ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ കൂടെ വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സും കൂടെ വെച്ചിട്ട് വേണം ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ PDF ഫോമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.